ഇരിട്ടി നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ട്രാഫിക് തടസ്സങ്ങളും റോഡ് സുരക്ഷാ വെല്ലുവിളികളും പരിഹരിക്കുന്നതിനായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. നഗരസഭാ ഹാളിൽ ചെയർപേഴ്സൺ വി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ കെ സോയ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൌൺസിലർമാർ, ജോയിന്റ് RTO ആന്റണി മൈക്കിൾ, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുരാജ് കെ, നഗരസഭാ സെക്രട്ടറി അൻഷിദ്, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നഗരത്തിലെ നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യാപാരികളും പൊതുപ്രവർത്തകരും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. ഒരു ഓട്ടോറിക്ഷന്റെ ഗ്യാപ്പില് ചെറിയ ബസിന്റെ രീതിക്ക് ബസ് ഉള്ളിൽ കൊണ്ടേക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഓഫീസിൽ പോകുന്ന വിവിധ ടാക്സി വരെ പുറപ്പെടിയാണെങ്കിൽ നമ്മുടെ ബസ് പാർക്കില്ലേ അവിടെ ആ ബോർഡ് വെച്ചിട്ടില്ല. 10 എന്ന് വേണമെങ്കിൽ ഒരു ബസ് മാത്രം അവിടെ റോഡിലായിട്ടുള്ളൂ. വേറൊന്നും നടക്കൂല. കാരണം പണ്ട് നിർത്തിയിട്ട് ഇപ്പൊ ചെയർമാൻ ആയിക്കോട്ടെ, ചെയർമാൻ നിർത്തിയിട്ട് കുറെ അങ്ങനെ നടക്കൂല നടക്കുമ്പോ നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് നോക്കാൻ പോകും. അതൊരു ബിസിനസ് നടക്കൂല. ടൗണിൽ ഇവര് പിന്നെ മാസം വാടകയും കൊടുത്ത് സ്റ്റാഫിനെയും വെച്ച് അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ബുദ്ധിമുട്ടാണ്. സിഗ്നൽ സംവിധാനങ്ങളുടെ തകരാർ, CCTV ക്യാമറകളുടെ പ്രവർത്തനം നിലച്ച അവസ്ഥ, മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ, വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങിയ കാര്യങ്ങളും വ്യാപാരികളുടെയും മറ്റും ആവശ്യങ്ങളും യോഗത്തിൽ വിലയിരുത്തി. റോഡരികിൽ അനുവദിച്ച സമയത്തിന് ശേഷവും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി വ്യാപാരികളുമായി കൂടിയാലോചിച്ച് വളണ്ടിയർമാരെ നിയോഗിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നഗരത്തിലെ ട്രാഫിക് സുഗമമാക്കുന്നതിനും കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ചർച്ചയിൽ ഉയർന്നുവന്ന പ്രശ്നങ്ങളെ വിവിധ വകുപ്പുകളുമായും ബന്ധപ്പെട്ട അധികൃതരുമായും ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.